അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ 13ാമത്തെ നോയമ്പിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അധികരിച്ച ഇബാദത്തുകളോടുകൂടി പരിശുദ്ധ റമദാനിലെ നോയമ്പിനെ അതിൻ്റെ എല്ലാവിധമായ വ്രതശുദ്ധിയോടും കൂടി നാം നെഞ്ചിലേറ്റുമ്പോൾ, പ്രിയമുള്ളവരെ, അധികരിച്ച പ്രതിഫലങ്ങളുള്ള ഒട്ടനവധിയായിട്ടുള്ള ഇബാദത്തുകൾ നമുക്ക് ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നിർവഹിക്കുവാൻ സാധിക്കും. അതിൽ സുപ്രധാനമായും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരമലാണ്. 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ആ നോക്കുന്നതിന് തന്നെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സുപ്രധാനമായിട്ടും പരിശുദ്ധമായ കൗബാലയമാണ് ഒന്ന്. വെറുതെ നോക്കിയിരുന്നാലും നമ്മുടെ മേൽ അതിനുള്ള പ്രതിഫലം, കൂലി എഴുതപ്പെടും. രണ്ടാമത്തത് നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ നമ്മൾ സ്നേഹത്തോടെ, ലാളിത്യത്തോടെ, നന്ദിയോടെ അവരെ നോക്കിയിരുന്നാൽ അതിനും കൂലി എഴുതപ്പെടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പരിശുദ്ധ ഖുർആൻ അതിലേക്ക് നമ്മൾ വായിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും അതിലേക്ക് നോക്കിയിരുന്നാൽ തീർച്ചയായിട്ടും അതിനർഹമായ പ്രതിഫലം എഴുതപ്പെടുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ഓഫറുകൾ ഉണ്ട്. ആ ഓഫറുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്നും പകയും വിദ്വേഷവുമെല്ലാം മാറ്റിവെച്ച് യഥാർത്ഥമായ മനുഷ്യസ്നേഹം, യഥാർത്ഥമായ ദൈവസ്നേഹം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന നന്മ നിറഞ്ഞ ഹൃദയമുള്ള മനുഷ്യരായി നമുക്ക് മാറുവാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. മനുഷ്യരെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹു മലക്കുകളുമായിട്ട് ആലോചിച്ചപ്പോൾ എന്തിനാണ് ഈ നന്ദികെട്ട വർഗത്തെ സൃഷ്ടിക്കുന്നതെന്നാണ് ചോദിച്ചത്. രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന മനുഷ്യരെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞതെന്താണ്? മലക്കുകൾക്കായാലും മനുഷ്യർക്കായാലും പടപ്പുകൾക്കൊന്നും അറിയാത്ത നോളജ്, അള്ളാഹുടെ ഒരു നോളജുണ്ട്. അള്ളാഹ്ക്ക് മാത്രമായിട്ടുള്ള ഒരു മോട്ടിവേഷനുണ്ട്. അതെന്താണ് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ കാര്യത്തിൽ. ഇപ്പം എന്ത് തന്നെയായിരുന്നാലും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആണ് ദുനിയാവിൽ പടച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കർമ്മം നിർവഹിക്കുക തന്നെ വേണം. സൃഷ്ടികർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അധികമായി സ്നേഹിച്ചുകൊണ്ട്, ഭയന്നുകൊണ്ട്, മരണമില്ലാത്തൊരു ലോകത്ത് വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഏറ്റവും നല്ല മരണം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിക്കണം. നല്ല മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ തിരുനബി